നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ വമ്പൻ താരനിരകളുടെയും നടുവിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് ഗോപി വിവാഹിതയായിരിക്കുകയാണ്. ഏകദേശം ഇന്ന് 8:45 കൂടിയിട്ടാണ് ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചത്. അതീവ സുരക്ഷയോട് കൂടിയിട്ടായിരുന്നു ക്ഷേത്ര പരിസരമെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ആദ്യം ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരുന്നു അദ്ദേഹം വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയത്. തുടർന്നായിരുന്നു ചടങ്ങുകൾ. ക്ഷണിക്കപ്പെട്ട വളരെ കുറച്ച് VVIPകൾക്ക് മാത്രമായിരുന്നു അവിടെ അടുത്ത് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ മോഹൻലാൽ, മമ്മൂട്ടി അവർ കുടുംബസമേതമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട് ഖുഷ്ബുവും വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വമ്പൻ താരനിരയുടെ ഒരു വലിയൊരു സന്തോഷ നിമിഷത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ വിവാഹിതയായത്. വലിയ കനത്ത രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയായിരുന്നു ക്ഷേത്ര പരിസരത്തും അതുപോലെ തന്നെ വിവാഹം നടക്കുന്ന ആ ഒരു മണ്ഡപത്തിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഒരു പൗരന്റെ മകളുടെ വിവാഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. വളരെ വലിയ രീതിയിലുള്ള സുരക്ഷയായിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വിവാഹത്തിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ വധുവരന്മാർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിലവിൽ തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. വളരെ അല്പം നിമിഷം മാത്രമായിരുന്നു അദ്ദേഹം വിവാഹ മണ്ഡപത്തിൽ ഉണ്ടായിരുന്നത്. ഇരുവർക്കും അദ്ദേഹം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇന്ന് രാവിലെ ഹെലികോപ്റ്ററിലായിരുന്നു അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ കോളേജ് ഗ്രൗണ്ടിൽ തന്നെ വലിയ ജനക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചും കനത്ത സുരക്ഷയിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര നഗരി മുഴുവൻ. വലിയൊരു താരസംഗമത്തിന് നടുവിൽ കൂടിയാണ് ഇന്ന് ഒരു വിവാഹവേദി ഒരുങ്ങിയിരുന്നത്. ഇന്നലെ തന്നെ മംഗളാശംസകൾ നേരാൻ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം കുടുംബസഹിതം തന്നെ സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതിനകം വൈറലായിട്ടുണ്ടായിരുന്നു. വിവാഹത്തിൽ പങ്കെടുക്കാൻ സിനിമാ ലോകത്ത് നിന്ന് ഇന്ന് ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള താരങ്ങൾ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. കൂടാതെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആദ്യം പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനം നടത്തി 3 തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം വലം വെച്ചു. തികച്ചും ഒരു കേരളീയ വേഷത്തിലാണ് അദ്ദേഹം ഇന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. അതിനുശേഷം തുലാഭാരവും നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിയതും ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തതും ആശംസകൾ അറിയിച്ചുകൊണ്ട് പിന്നീട് തിരിച്ചതും. അതിനുശേഷം ഇന്ന് നേരെ അദ്ദേഹം കൊച്ചിയിലേക്കാണ് പങ്കെടുക്കുന്നത്. കൊച്ചിയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇനി ഇപ്പോൾ ഇവിടെ ഗുരുവായൂരിലുള്ള ചടങ്ങുകൾക്ക് ശേഷം എല്ലാം തന്നെ ഇന്ന് 19-നും 20-നും തിരുവനന്തപുരത്തും കൊച്ചിയിലും എല്ലാം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സിനിമ, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെല്ലാം തന്നെ കൊച്ചിയിലെ വിരുന്നിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമാണ് തിരുവനന്തപുരത്ത് വിരുന്നിലേക്ക് ക്ഷണം. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് ശ്രേയസ്. ആർമിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ബിസിനസ് രംഗത്തേക്ക് വന്നയാളാണ് മോഹൻ. ഭാഗ്യയുടെയും ഗോകുൽ സുരേഷിന്റെയും അടുത്ത സുഹൃത്താണ് ശ്രേയസ്. ആ പരിചയവും സൗഹൃദമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയത്. സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്ത മകളാണ് ഭാഗ്യ. പരേതയായ ലക്ഷ്മി, നടൻ ഗോകുൽ സുരേഷ്, ഭാവനി, മാധവ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മറ്റു മക്കൾ. സുരേഷ് ഗോപിക്ക് പിന്നാലെ ഗോകുലും ഇപ്പോൾ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കേരള ചരിത്രത്തിൽ തന്നെ ഒരു ആദ്യത്തെ സംഭവമായിട്ടാണ് ഇന്നത്തെ വിവാഹം ഏറെ ചർച്ചയാകുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മോദിയുടെ ഈ ഒരു സന്ദർശനങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. പ്രധാനമന്ത്രി സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ അതുപോലെ തന്നെ ഇനി തൃപ്രയാർ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഒരുക്കങ്ങളും അതുപോലെ തന്നെ സുരക്ഷയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ വിശ്രമത്തിലാണ്. ഉടൻ തന്നെ അദ്ദേഹം അടുത്ത ക്ഷേത്ര ദർശനത്തിനായിട്ട് പുറപ്പെടുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകളും.